എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂലൈ 2 ബുധനാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫ് കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. ജൂലൈ 9 ലാസ്റ്റ് ഡേ. അതിന് മുന്നോടിയായി വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലൂടെ ജാഗ്രതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബാങ്കിങ് അതുപോലെ ഫിനാൻഷ്യൽ റിയാലിറ്റി സെക്ടറുകളിലെ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിനിടയിൽ നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. സെൻസെക്സ് ഏകദേശം 287 പോയിൻ്റ് ഇടിഞ്ഞ് 83,409 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 88 പോയിൻ്റ് ഇടിഞ്ഞ് 25,453 ക്ലോസ് ചെയ്തു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ താരിഫ് സമയപരിധി സംബന്ധിച്ച അയാളുടെ ഉറച്ച നിലപാട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സ് കൂടുകയാണ് ചെയ്തത്. തന്മൂലം എക്വിറ്റി ഇൻഡെക്സുകൾ ഇന്ന് ജാഗ്രതയോടെയാണ് ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. സെൻസെക്സ് 83,935 എന്ന ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് 83,409 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ് 100, നിഫ്റ്റി സ്മോൾ ക്യാപ് 100 എന്നിവ 0.14% മുതലും 0.41% വരെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓട്ടോ, IT, ഫാർമ, ഹെൽത്ത് കെയർ എന്നിവ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മറുവശത്ത് നിഫ്റ്റി റിയാലിറ്റി, ഫിനാൻഷ്യൽ സർവീസ്, ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ എന്നിവ റെഡിലും ക്ലോസ് ചെയ്തു. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത 30 സ്റ്റോക്കുകളിൽ 16 ഇന്ന് റെഡിലാണ്. ബജാജ് ഫിൻസർവ്, L&T, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഏറ്റവും നഷ്ടം നേരിട്ടവ. ടാറ്റ സ്റ്റീൽ, ഏഷ്യൻ പെയിൻറ്റ്സ്, അൾട്രാടെക് സിമെൻറ്റ്, ട്രെൻഡ്, മാരുതി, സൺഫാർമ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ. ഇന്ത്യ വിക്സ് 0.66% ഇടിഞ്ഞ് 12.44 പോയിൻ്റിൽ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയിലെ വീക്കിലി വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ മാർക്കറ്റ് ഇനി ജൂലൈ 9 വരെ ഒരു സൈഡ് വേ തന്നെയായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 25,500 എന്നുള്ള ആ ഒരു സപ്പോർട്ട് സോണ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ന് വരെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുകയായിരുന്നു. അതിനും താഴെ ഇന്ന് 25,378 വരെ വന്നു. നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് 25,300 25,300 താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും കുറച്ചുകൂടെ മാറ്റങ്ങൾക്ക് വിധേയമാകും. മീൻസ് കുറച്ചുകൂടെ ഡൗൺ സൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ജൂലൈ 9 വരെ ആ ഒരു പേടിയുടെ ആവശ്യമില്ല എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ദിവസം ഈ 25,500 എന്നുള്ള ലെവല് ബ്രേക്കൗട്ട് ഓപ്പോസിറ്റ്, അതായത് അപ്സൈഡിലേക്ക് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. പക്ഷേ ഇപ്പോൾ ഡിഫിക്കൽട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് അത്ര സുതാര്യമല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. നമ്മൾ ഇന്നലെ വാച്ച് ചെയ്യാൻ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കാം. തീർച്ചയായും ഇന്ന് ആക്റ്റീവായിട്ടുണ്ടാവും. അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,510 നമ്മൾ സപ്പോർട്ടായിട്ട് പറഞ്ഞിരുന്നത്. നമ്മുടെ ലെവൽ ബ്രേക്കൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇതുവരെ 100 പോയിൻ്റോളം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി 57,310. അതിനുശേഷം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും 400 പോയിൻ്റോളം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് സെൻസെക്സ് ആണ്. സെൻസെക്സിൽ കാര്യമായ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയില്ല. 83,390 നമ്മുടെ സപ്പോർട്ട് ലൈന്. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുത്താൽ തന്നെ 220 പോയിൻറ്റിൻ്റെ റാലി നടത്തിയിട്ടുണ്ട്. പിന്നീട് റിവേഴ്സൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും 3 ഇൻഡെക്സുകളും ഇന്ന് ആക്റ്റീവായിട്ടുണ്ട്. നമുക്ക് നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വാച്ച് ചെയ്യാനുള്ളത് സെൻസെക്സിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് വാച്ച് ചെയ്യാം. 83,150 83,150 സപ്പോർട്ടും റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ചിലാണ്. 83,590. ഓക്കെ, ഈ ഒരു സോണിൽ നാളെ നമുക്ക് സെൻസെക്സിൽ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് സപ്പോർട്ടായിട്ട്. കുറച്ചുകൂടെ താഴെ വയ്ക്കുകയാണെങ്കിൽ 56,810. ഓക്കെ, 56,810 സപ്പോർട്ടും റെസിസ്റ്റൻസ് ഇതാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. 57,300.
57,300 മുകളിൽ 57,305 ആ ഒരു റേഞ്ചിൽ വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു 2 റേഞ്ചുകൾ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് നാളെ ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എൻട്രി എടുത്ത് പോകാം. നിഫ്റ്റിയിൽ നാളെ ഇന്നത്തെ ലോവിനും താഴെ ഈ ഒരു റേഞ്ചിൽ വയ്ക്കാം, 25,360. ഓക്കെ, 25,360 നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, 25,300. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ തീർച്ചയായും സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് റിവേഴ്സ് പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഏറ്റവും സേഫ് 25,300 താഴെ എൻട്രി എടുക്കുന്നതായിരിക്കും. പക്ഷേ 25,300 മുൻപ് തന്നെ 25,360 ബ്രേക്ക് ചെയ്താൽ തന്നെ ഒരു സ്കാൽപ്പിംഗ് നടത്തുന്ന രൂപത്തിലാണ് ഞാൻ ഈ 25,360 എന്നുള്ള റേഞ്ച് വെച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് ആയിട്ട് 25,500, 505. ഓക്കെ, ഒരു 5 പോയിൻ്റ് എക്സ്ട്രാ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇന്നത്തെ പോലെ നാളെയും ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. പരമാവധി പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക.